ഒഴിച്ച് ദാസരെ നനച്ച് വിളവെടുത്തിടണേ ആത്മാവേ. വിളഭൂമിയിൽ നീർച്ചാലു തെളിച്ച് ഈശോയിൽ പ്രിയമുള്ളവരെ, ജീവിത പ്രശ്നങ്ങൾ ഏതുമാകട്ടെ അവയ്ക്കുള്ള ഉത്തരം വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. അത് കണ്ടെത്തി ജീവിതത്തെ പ്രത്യാശയിലേക്ക് നയിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തും, സഹായിക്കുമെന്ന ഒരു ഉറപ്പാണ് ഇന്നിൻ്റെ വചനത്തിലൂടെ ഈശോ നമുക്ക് പകർന്നു നൽകുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 34 അധ്യായത്തിൻ്റെ 16 തിരുവചനം: കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ചു വായിക്കുക, ഇവയിലൊന്നും കാണാതിരിക്കുകയില്ല. എന്തെന്നാൽ കർത്താവിൻ്റെ അധരങ്ങൾ കൽപ്പിക്കുകയും ആത്മാവ് അവയെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തിരിക്കുന്നു. ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിത പ്രതിസന്ധികൾക്ക് ചില തകർച്ചകളിലൂടെ, പരാജയങ്ങളിലൂടെ, നിരാശയിലൂടെ, തിക്ത അനുഭവങ്ങളിലൂടെ, ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയിലൂടെ ഒക്കെ ജീവിതം കടന്നു പോകുമ്പോൾ പ്രിയമുള്ളവരെ, ഈശോ പറയുകയാണ്, നിന്റെ ജീവിത പ്രതിസന്ധിക്കുള്ള ഉത്തരം വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ടെന്നേ. പരിശുദ്ധാത്മാവ് അത് കണ്ടെത്തുവാൻ നിന്നെ സഹായിക്കും. പലപ്പോഴും നമ്മളൊന്ന് ചിന്തിച്ച്, ചില ജീവിത സങ്കടങ്ങളുടെ നിമിഷങ്ങളിൽ വിശുദ്ധ ഗ്രന്ഥം എടുത്ത് നമ്മൾ തുറക്കുമ്പോൾ നമ്മുടെ ആ ജീവിത പ്രതിസന്ധിയെ അതിജീവിക്കുവാൻ കരുത്ത് നൽകുന്ന പ്രത്യാശയുടെ വചനങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ഈശോ നമുക്ക് കാണിച്ചു തരും. ഒരുപക്ഷെ നമ്മൾ അതിനു മുൻപ് ഒരിക്കലും കാണാത്ത വചനമായിരിക്കാം, ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകാം. പക്ഷേ ഇപ്പോൾ വായിക്കുമ്പോൾ അതെൻ്റെ ജീവിതത്തിൻ്റെ ഈ പ്രതിസന്ധിക്ക് വലിയൊരു ഉത്തരം എന്ന വിധത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടും. പ്രിയമുള്ളവർ, അതാണ് ഇന്ന് ഈശോ നൽകുന്ന ഉറപ്പ്. നിന്റെ ജീവിത പ്രശ്നം ഏതുമാകട്ടെ, തകർച്ചയോ പരാജയമോ സങ്കടമോ ഒറ്റപ്പെട്ട അവസ്ഥയോ, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എല്ലാവരും തിരസ്കരിക്കുന്ന അവസ്ഥയോ ഏതുമായിക്കൊള്ളട്ടെ, കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ കൈവിടുകയില്ല. നിന്റെ ജീവിത പ്രതിസന്ധിക്കുള്ള ഉത്തരം പ്രിയ മകനെ, പ്രിയമകളെ, വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. നീ വിശുദ്ധ ഗ്രന്ഥം തുറന്നങ്ങ് വായിച്ചോ. ഈശോ നിന്റെ ജീവിതത്തിൽ ഇടപെടുന്ന വലിയൊരു അഭിഷേക വചനം പരിശുദ്ധാത്മാവിൻ്റെ കൃപയിലൂടെ നിനക്ക് കാണിച്ചു തരും. ഉറപ്പാണ്, വചനം നമ്മളെല്ലാവരെയും നയിക്കും. പരിശുദ്ധാത്മാവ് അതിനായി നമ്മളെല്ലാവരെയും ശക്തിപ്പെടുത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കടന്നു പോകുന്ന ജീവിതാവസ്ഥയിൽ പ്രത്യാശയിലേക്ക് നയിക്കുന്ന വചനത്താൽ എൻ്റെ ജീവിതത്തെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെ ഉണ്ടാകണം. ഇന്നത്തെ എല്ലാ ഉദ്യമങ്ങളെയും ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനയോടെ ദിവികാരുണ്യനാഥൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും